മാർക്കോ നമ്മുടെ കേരളത്തിൽ ഏറ്റവും നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ, ഏറ്റവും ഭയങ്കരമായ വയലൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയുടെ ആദ്യം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇത് ഭയങ്കര വയലൻസ് സിനിമയാണ്, അങ്ങനെ ഒരു സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ബൂസ്റ്റ് കൊടുത്തൊരു പടമാണ്. പക്ഷേ പടം ഞാൻ പോയി കണ്ടു. അത്യാവശ്യം ഇത് നല്ല രീതിയിൽ വയലൻസ് ഇവർ ഈ പറഞ്ഞ പോലൊക്കെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ വയലൻസ് സിനിമ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിലേക്ക് ഏറ്റവും വലിയ വയലൻസ് സിനിമ എന്നാണ് നമുക്ക് പറയാം. കാരണം ലോകത്തിറങ്ങി നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതിലും വലിയ വയലൻസ് ആണ് ഇത് കാണിച്ചേക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കിയാൽ ഇതൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിലേക്ക് ഏറ്റവും ഒരു വയലൻസ് സിനിമ എന്ന് പറയാം. ആനിമലിനെയൊക്കെ കടത്തി വിട്ടുക, അത്ര തന്നെക്കാട്ടൊക്കെ അതൊക്കെ മേലൊരു സിനിമയാണിത്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായി ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോരോ ക്യാമറ സീക്വൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റൊക്കെ എന്ന് വെച്ചാൽ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലൈമാക്സ് രംഗമൊക്കെ ഇവൻ്റെ ഫാമിലി കൊല്ലുന്നൊക്കെ കാര്യങ്ങളൊക്കെയാണ് വെച്ചാൽ ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെയാണ്. അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ നല്ല ഇതായിട്ട് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെ അതെല്ലാം കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും. വിഷ്വൽസൊക്കെ കറക്റ്റായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആക്ട് ചെയ്ത സ്ഥിതിക്കാണെങ്കിലും ജഗദീഷ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജഗദീഷിൻ്റെയൊക്കെ ആ ഒരു ഇംഗ്ലീഷ് വരുന്ന ആ ഒരു ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എന്തൊക്കെയോ ഒരു ഇതായിട്ട് തോന്നി. കാരണം നമ്മൾ ജഗദീഷിനെ അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് നമ്മളങ്ങനെ കണ്ടിട്ടില്ല ജഗദീഷ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് അങ്ങനെ വന്നേക്കുന്നത്. ശരിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ പുള്ളി അത് ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമുകുന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ പുള്ളിയുടെ കുറേ എല്ലാം പരാജയമായിരുന്നു. പിന്നെ ഈയിടെ ഇറങ്ങിയ കുറേ പടങ്ങളൊക്കെ 2-3 പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല സിനിമകളൊക്കെയാണ്. പക്ഷേ ഈ ഒരു സിനിമ പുള്ളി ചെയ്തേക്കുന്ന അന്യ എഫോർട്ടാണ്. കാരണം നമ്മൾ അറിയാമല്ലോ, നമ്മുടെ മലയാളീസിനൊന്നും വലിയ മസിലുള്ള നടന്മാരായാലും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. അതിൽ മസിൽ വെച്ചാന്നും അല്ല ഈ മോഹൻലാലും മമ്മൂട്ടിയാലും നസീറൊന്നും ഈ ഇൻട്രസ്റ്റ് കീഴടക്കി, അത് നമുക്കറിയുന്ന കാര്യം. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല നമുക്ക്. പക്ഷേ പുള്ളി ഇതിൽ എടുത്ത എഫോർട്ട് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ പണ്ട് തൊട്ടേ കുറച്ച് നാൾ തൊട്ടേ ഇൻഡസ്ട്രിയിലുള്ളൊരു നടനാണ് ഈ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞൊരു നടൻ. പുള്ളിയുടെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാനുണ്ടെങ്കിൽ തന്നെ എന്താ പറയുന്നത്, സാധാരണ നമ്മൾ സിനിമ കണ്ടുവരുന്ന പോലെ ബോളിവുഡ് എടുത്താലും ഇപ്പം ഏത് തമിഴ് പടം എടുത്താലും മലയാളം എടുത്തെന്ന് പറഞ്ഞാലും നടന്മാരുടെ മക്കൾ ആണ് ഈ സിനിമയിലെ മേഖലയിലൊക്കെ വന്ന് തിളങ്ങുന്നത്. മനസ്സിലായി? സാധാരണക്കാരൻ്റെ ഒരു മോഹം ഈ സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എത്തിപ്പെട്ടുന്നതാണ് ഉണ്ണിമുകുന്ദൻ നടൻ. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ട്രോളും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉണ്ണിമുകുന്ദൻ വ്യക്തമായിട്ടൊന്നും നമുക്ക് പുള്ളി അറിയുന്നത് പുള്ളിയുടെ സിനിമകൾ കണ്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. പിന്നെ അപ്പം പുള്ളിയുടെ എഫോർട്ട് എടുത്ത പുള്ളി പടങ്ങളൊക്കെ പുള്ളി നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്രയും വലിയ പ്രോത്സാഹനമൊന്നും പുള്ളി കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമ ഇറങ്ങിയ ഇപ്പം ഇത്രയും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമ ഇനിയും പുള്ളിക്ക് നല്ലൊരു ഓഫറുകളായാലും നല്ലൊരു സൂപ്പർ സ്റ്റാർ പദവിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു സിനിമയാണിത്. ഒരു വാല്യുബിൾ നടനാവാൻ സാധ്യത ഉണ്ണിമുകുന്ദന് കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയൊക്കെ പുള്ളി നല്ല രീതിയിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സിനിമ. പിന്നെ എന്താ പറയുന്നത്, ഈ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ നിവിൻ പോളി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ് ഈ ഉണ്ണിമുകുന്ദൻ. അതിന് പുള്ളിയെ നല്ലത് നമ്മൾ അഭിനന്ദിക്കണം. കാരണം പുള്ളി അത്ര സ്ട്രഗിൾ ചെയ്ത് വന്നൊരു മനുഷ്യനാണ് സിനിമയിൽ. നമ്മുടെ എല്ലാ ആൾക്കാരുടെ മനസ്സിലും സിനിമ എന്ന് പറയുന്നൊരു മോഹമുണ്ട്. പക്ഷെ അത് ചില ആൾക്കാർ അതിനോട് ഒരുപാട് എഫോർട്ട് എടുക്കും. ചില ആൾക്കാർ എഫോർട്ട് എടുത്തിട്ട് അതൊന്നും ആവാതെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പരാജയപ്പെട്ട് പിന്നെ അവസാനം നമുക്കൊരു വിജയം വരുമല്ലോ. അപ്പോൾ ആ വിജയമാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത് ആർക്കും അറിയേണ്ട കാര്യമില്ല. മലയാളത്തിൽ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്ന നടന്മാർ ഒരുപാട് മലയാളത്തിലുണ്ട്. എന്നാലും ഈ ഉണ്ണിമുകുന്ദൻ്റെ വിജയം അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും ഇതിനകത്ത് തന്നെ. പിന്നെ കഥ ബേസൊക്കെ പറയുകയാണെങ്കിൽ കഥ ബേസൊക്കെ എല്ലാം കണക്കാണ്, അത് അറിയാം. പിന്നെ ഇത് വയലൻസ് മൂഡ് പടമാണ്, അതങ്ങനെ നമ്മൾ എടുക്കാവൂ. പിന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണാം, എന്നാലും നമുക്ക് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. OTT വന്ന് കണ്ടാൽ നമുക്ക് അത്രയൊന്നും തോന്നുന്നില്ല. പിന്നെ എത്ര കുറ്റം പറയുന്ന മലയാളികൾക്കും ബോധം വരുന്നത് കുറേ നാൾ കഴിഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ പോലെ.